അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് അമ്മാ ബഅദ്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ ഈസ ഉസ്താദ്, വേദിയിലുള്ള വിശിഷ്ടാതിഥി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രവാചകനെ പരിചയപ്പെടുത്തിക്കൊണ്ടും 6-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ സൃഷ്ടിച്ച വിപ്ലവത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും പ്രിയപ്പെട്ട നബി ക്യാമ്പയിൻ്റെ ഭാഗമായി റസൂല് ഇൻഖിലാബ് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ നടത്തുന്ന പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. പ്രവാചക ജീവിതത്തെ സംബന്ധിച്ചും പ്രവാചക ജീവിതത്തിലേക്ക് മടങ്ങേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചുമെല്ലാം നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹം. നിങ്ങൾ പ്രവാചക ജീവിതത്തിലേക്ക് മടങ്ങണമെന്ന് ഈ സമൂഹത്തോട് പറയുന്നതിൽ ഒരു പുതുമയില്ല. പ്രവാചകനാണ് നമ്മുടെ നേതാവ്, പ്രവാചകനാണ് നമ്മുടെ നായകൻ എന്ന് പറയുന്നതിലും മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു പുതുമയില്ല. കാരണം പള്ളി മിമ്പറുകളിൽ നിന്നും മതപ്രഭാഷണ വേദികളിൽ നിന്നെല്ലാം നിരന്തരമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങളും സന്ദേശങ്ങളുമാണ്. ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ഇനി ലോകത്തേക്കൊരു പ്രവാചകൻ വരാനില്ല. ഓരോ കാലഘട്ടങ്ങളിലും കലുഷിതമായ സാമൂഹ്യ സ്ഥിതിവിശേഷത്തിലേക്ക് ആ സമൂഹത്തെ സമുദ്ധരിക്കാനും വഴി കാണിച്ചു കൊടുക്കാനും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിരുന്നുവെങ്കിൽ ഇനി ലോകത്തൊരു പ്രവാചകൻ വരാനില്ല എന്ന യാഥാർത്ഥ്യം സത്യം അംഗീകരിക്കുന്നവരാണ്, അത് തിരിച്ചറിയുന്നവരാണ് വിശ്വാസി സമൂഹം, പണ്ഡിത ലോകം. അതുകൊണ്ട് തന്നെ 6-ാം നൂറ്റാണ്ടിന്റെ ജനവിഭാഗം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന അവന്റെ വൈയക്തികവും സാമൂഹ്യവും കുടുംബപരവും രാഷ്ട്രീയവുമായ ഒടുങ്ങാത്ത പ്രശ്നങ്ങൾക്കും അവനിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട അടിമത്വത്തിന് വിമോചനവും ലഭ്യമാകുന്ന ഒരു പ്രവാചകന്റെ ചരിത്രത്തെക്കുറിച്ചും അതിന്റെ പ്രയോഗവൽക്കരണത്തെക്കുറിച്ചുമാണ് ആധുനിക ലോകം ചർച്ച ചെയ്യേണ്ടത്. ഇസ്ലാമിക സമൂഹം ഉത്ബോധനം നടത്തേണ്ടത്. കർമ്മരംഗം സജീവമാക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് പാഠമുണ്ട് എന്നതുപോലെ മനുഷ്യവൽകൃതമായ അടിമത്വത്തിൽ നിന്നും ആധുനിക ലോകത്തെ വിമോചിപ്പിച്ചുകൊണ്ട് വിപ്ലവം എന്ന് പറയുന്നത് ഒരു ജനവിഭാഗത്തിന്, മനുഷ്യലോകത്തിന് സ്വാതന്ത്ര്യവും നീതിയും സുരക്ഷയും ഒരുക്കി കൊടുക്കുന്ന, ഞാൻ മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആർജവത്തോടെ അഭിമാനത്തോടെ ജീവിക്കാൻ പര്യാപ്തമായ മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥിതികൾ സൃഷ്ടിച്ച അടിമത്വത്തിൽ നിന്നും അവനെ വിമോചിതമാക്കിയ ഒരു സാമൂഹ്യ സ്ഥിതിവിശേഷത്തിനാണെങ്കിൽ അത്തരമൊരു വർത്തമാനകാല അടിമത്വത്തിൽ നിന്നും മാറ്റത്തിന്റെ സാമൂഹ്യ സ്ഥിതി സൃഷ്ടിക്കാൻ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള ഗുണപാഠത്തെ കുറിച്ചാണ് വർത്തമാന ലോകത്തോട് മുസ്ലിം സമുദായം സംവദിക്കേണ്ടത്. അത്തരം സംവാദങ്ങളെയാണ്, അത്തരം ആശയ പ്രചരണങ്ങളെയാണ്, അത്തരം ആർജവത്തോടെ വിശ്വാസം പറയുന്നതിനെയാണ് ഒരുപക്ഷെ തിന്മയുടെ ശക്തികൾ ഭയപ്പെടുന്നത്. ഞാൻ വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുന്നു, ആചാരങ്ങളുടെ സജീവതയാരും ഭയപ്പെടുന്നില്ല. പ്രവാചകന്റെ പേരിലും അല്ലാതെയും നാം വ്യക്തിപരമായി അനുഷ്ഠിക്കുന്ന ഒരാചാരങ്ങളുടെ ആരെയും ഭയപ്പെടുത്തുന്നില്ല. മറിച്ച് വിപ്ലവം പറയുന്ന പ്രവാചകൻ, വിപ്ലവം നടത്തിയ പ്രവാചകൻ, വിപ്ലവം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന വഷളത്തരങ്ങൾക്ക് പ്രയോഗിക്കേണ്ടതല്ല, മറിച്ച് മാനവലോകത്തിന്റെ മാറ്റത്തിനും മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിനും അവന്റെ വിശ്വാസപരമായ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കാൻ പര്യാപ്തമായ ഒരു ഭൂമികയ്ക്കും വേണ്ടിയുള്ള നിർഭയത്വത്തിന്റെ ഇടപെടലാണെങ്കിൽ ആ ഇടപെടലിൽ ലോകത്തിന്റെ പ്രവാചകന്റെ മാതൃകയെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യേണ്ടത്. അതാ ഇവിടെ പ്രശ്നങ്ങളും ശ്രദ്ധിക്കുന്നത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് ഞാൻ ദീർഘമാക്കുന്നില്ല. ഇവിടെ പറഞ്ഞല്ലോ, ആയിരക്കണക്കിന് മതപ്രഭാഷകർ നമ്മുടെ നാട്ടിലുണ്ട്, രാജ്യവ്യാപകമായ ഒരുപാട് പ്രഭാഷകരുണ്ട്.
അത്തരം പല പ്രഭാഷകർക്കുമില്ലാത്ത പ്രതിസന്ധി സാക്കിർ നായിക്കിന് സംഭവിച്ചുവെങ്കിൽ സംവേദനക്ഷമതയുള്ള ഇസ്ലാമിനെ പൊതുമണ്ഡലത്തിൽ അവതരിപ്പിച്ച് മനുഷ്യനെ അടിമവൽക്കരിക്കുന്ന ആ ഒരു ഭീകരമായ സാഹചര്യത്തിൽ നിന്നും സർവ മനുഷ്യനും ഒന്നാണ് എന്ന ദൈവിക നിയമം പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച തമ്പുരാന്റെ അടിമത്വത്തിലേക്ക് നിർഭയത്വത്തോടെ മനുഷ്യനെ ക്ഷണിച്ചു വന്ന 6-ാം നൂറ്റാണ്ടിന്റെ പ്രവാചക വിപ്ലവ സന്ദേശത്തിന്റെ തനിയാവർത്തനം ആധുനിക ലോകത്തിന് പകർന്നു കൊടുക്കുമ്പോൾ അവിടെയാണ് പ്രതിസന്ധികൾ രൂപപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് കർമ്മരംഗത്തിന്റെ സജീവതയ്ക്കപ്പുറത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരം പഠിപ്പിച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നമുക്കാർക്കും തർക്കമില്ല. നോമ്പ് പഠിപ്പിച്ച പ്രവാചകന്റെ കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. സകാത്ത് പഠിപ്പിച്ച പ്രവാചകന്റെ കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പകർത്തേണ്ട മൂല്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ച പ്രവാചകൻ നമുക്ക് തർക്കമില്ല. ഇവിടെ നാം തിരിച്ചറിയേണ്ടത് വ്യക്തി ജീവിതത്തിന്റെ സ്വകാര്യതയെ ആദർശവൽക്കരിക്കുന്നതിനും മൂല്യവൽക്കരിക്കുന്നതിനും ബോധം നൽകിയ ഒരു പ്രവാചകനെ കുറിച്ച് മാത്രമല്ല, നാം ജീവിക്കുന്ന പരിസരത്തിന് വിമോചനം പഠിപ്പിച്ചു കൊടുക്കാൻ, വിമോചനത്തിന്റെ വഴികാട്ടിയായി വർത്തിക്കാൻ. ഞാൻ ആവർത്തിച്ചു പറയുന്നു, മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥിതികളുടെ അടിമവൽക്കരണം അപ്രതിരോധ്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്തുൾപ്പെടെ അത്തരം അപ്രരോധ്യമായ അത്തരം അനാവശ്യത്തിന്റെ അടിമവൽക്കരണത്തിന്റെ മുന്നിൽ കൂപ്പുകൈകളോടെ നിൽക്കേണ്ടി വരുന്ന മനുഷ്യലോകത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്ന വിമോചനത്തിന്റെ മൂല്യവത്തായ വിപ്ലവത്തിന്റെ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് ആശയസമ്പന്നമായ പ്രായോഗികമായ ആ വിപ്ലവത്തിന്റെ മാതൃക അതാണ് നാം ലോകത്തിന് പകർന്നു കൊടുക്കേണ്ടത്. ആ ഒരു സന്ദേശമാണ് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ഓരോ കൊല്ലവും ആചാരപരമായ ഒരു പ്രവൃത്തി എന്നതിനപ്പുറത്ത് രാജ്യവ്യാപകമായി, ഇത് കേരളത്തിൽ മാത്രമല്ല, ഞാൻ വളരെ സന്തോഷത്തോടെ പറയുന്നു, കൊച്ചു കേരളത്തിൽ രൂപം കണ്ട ഒരു പ്രസ്ഥാനം ഇന്ന് കേരളത്തിനേക്കാൾ രാജ്യവ്യാപകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ആശയം സമൂഹത്തിന് പകർന്നു കൊടുത്തുകൊണ്ട് ആശയത്തെ അഭിമുഖീകരിക്കാൻ ആർജവമില്ലാത്തവർ കലാപത്തിന്റെ ഭാഷ്യം സൃഷ്ടിക്കുമ്പോൾ ഇതാ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ച പ്രായോഗികതയുടെ ഒരു സന്ദേശമുണ്ട്. അത് മനുഷ്യലോകത്തിന്റെ വിമോചനത്തിന് വേണ്ടിയാണ് സംവദിക്കാൻ കടന്നു വരിക, ചർച്ച ചെയ്യാൻ കടന്നു വരിക. ഈ സന്ദേശം നിങ്ങൾ നെഞ്ചിലേറ്റുക എന്ന് പറയാൻ നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഒരു വിപ്ലവത്തിന്റെ മാതൃകയുണ്ട്. ഞാനതാണ് ആമുഖമായി ഓർമ്മപ്പെടുത്തിയത്. വിപ്ലവം എന്ന് പറഞ്ഞാൽ അതിൽ മനുഷ്യൻ സ്വാതന്ത്ര്യം നേടുന്ന ഒരു സാമൂഹ്യ സ്ഥിതി സൃഷ്ടിക്കലാണ്. വിപ്ലവം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സുരക്ഷിതത്തോടെ ജീവിക്കുന്ന, അതോടൊപ്പം നീതിയോടെ ജീവിക്കുന്ന ഒരു ഭൂമികയ്ക്ക്, ഒരു ലോകധർമ്മത്തിന്, ഒരു സാമൂഹ്യ സ്ഥിതിവിശേഷത്തിന് അവിടെയാണ് വിപ്ലവം നടന്ന ഭൂമി, വിപ്ലവം വിജയിച്ച ലോകം എന്ന് നാം പറയേണ്ടത്. അത് നേടിക്കൊടുക്കാൻ പ്രവാചക കാലഘട്ടത്തിന്റെ സന്ദേശത്തിന് ഇന്ന് സാധ്യമാകുന്നുണ്ടോ എന്നതിനെ കുറിച്ചാണ് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ചർച്ച ചെയ്യുന്നത്. ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിമോചനത്തിലൂടെയാണ്. ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് സ്വതന്ത്രനായി ഇവിടെ ജീവിക്കാം, ഞാൻ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല, എന്നെ സൃഷ്ടിച്ച തമ്പുരാനെയല്ലാതെ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കാൻ കഴിയുന്നിടത്ത് മാത്രമാണ് 6-ാം നൂറ്റാണ്ടിൽ പ്രവാചകന്റെ വിപ്ലവം അത് പൂർണ്ണമായതെങ്കിൽ അതിന്റെ തനിയാവർത്തനത്തിലൂടെ മാത്രമാണ് പ്രവാചക ചര്യയ്ക്ക് വർത്തമാനകാലത്തിൽ ഒരു പൂർണ്ണത കുറിക്കാൻ നമുക്ക് സാധ്യമാകുക. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ ദൗത്യം സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, വിമോചനാത്മകമായ പ്രവാചക ജീവിതത്തിന്റെ കരുത്തുറ്റ സന്ദേശങ്ങൾ അതിൽ ലോപനം സംഭവിക്കാതെ, മായം ചേർക്കാതെ ഇതര സമൂഹങ്ങൾക്കുൾപ്പെടെ ആലോചിക്കുന്ന മർത്യലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ എന്തൊക്കെയോ ചില അമാന്തങ്ങൾ കാണിച്ചു എന്നതിന്റെ മഹാപ്രതിസന്ധിയാണ് ഇന്ന് മനുഷ്യലോകം അഭിമുഖീകരിക്കുന്നത്. പ്രവാചക ചരിത്രം അതുപോലെ പകർന്നു കൊടുക്കാത്തതിന്റെ പ്രതിസന്ധി. ഞാനതാണ് പറഞ്ഞത്. ഒന്ന്, മനുഷ്യനാണ് എന്ന ഒരു ഉത്ബോധനത്തിലൂടെ മാനവികതയുടെ വീണ്ടെടുപ്പാണ് പ്രവാചകൻ സൃഷ്ടിച്ചത്. ഇന്നതാണ് വേണ്ടത്. ഇവിടെ സൂചിപ്പിച്ചു, പശുവിന്റെ പേര് പറഞ്ഞ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ പൗരാണികളുടെ ചരിത്രം പറയുന്ന ദളിതുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. അവനെ അടിമയായി സംബോധന ചെയ്യുന്നു. എന്നെ പോലെ ജന്മം കൊണ്ട് എനിക്കുള്ള മഹത്വം, ബ്രാഹ്മണനായ എനിക്കുള്ള മഹത്വം, മേൽജാതിക്കാരനായ എനിക്കുള്ള മഹത്വം നിനക്കില്ല.
എന്റെ അടിമയാണ്, നീ തൊലി കറുത്തവനാണെന്ന് പറഞ്ഞുകൊണ്ട് ജാതികളും ഉപജാതികളും സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തും ലോകത്ത് വർണ്ണത്തിന്റെ പേരിലും കറുത്തവനായി പോയുന്നതിന്റെ പേരിൽ അമേരിക്ക എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ പൂർണ്ണത ചർച്ച ചെയ്യപ്പെടുന്ന നാട് എന്ന് നാം തെറ്റിദ്ധരിച്ച അമേരിക്കയിൽ പോലും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാര്യയുടെ തൊലിയുടെ കറുപ്പിനെ പോലും വംശീയമായി അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്തരം വിവേചനങ്ങളുടെ ഒരു ലോകത്തെ കുറിക്കുമ്പോൾ അവിടെ ഇടപെട്ടുകൊണ്ട് മനുഷ്യരെ 6-ാം നൂറ്റാണ്ടിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു വിമോചനത്തിന്റെ, ഒരു സമത്വത്തിന്റെ, ഒരു സുന്ദരമായ സന്ദേശം ഇതാക്കടയുണ്ട് എന്ന് പറഞ്ഞ് ആ പ്രവാചകൻ 6-ാം നൂറ്റാണ്ടിൽ പഠിപ്പിച്ച മാനവികതയുടെ വീണ്ടെടുപ്പിന്റെ വിശ്വാസപരമായ സന്ദേശം അത് പകർന്നു കൊടുക്കാൻ പ്രവാചക പ്രേമികൾക്ക്, പ്രവാചക അനുയായികൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. പ്രവാചകൻ ആദ്യം ചെയ്തതാ അങ്ങനെയല്ല, മനുഷ്യൻ ഒന്നാണ് എന്ന് പഠിപ്പിച്ചു. മനുഷ്യൻ ഒന്നാണ് എന്ന് പഠിപ്പിച്ചു. നാം എപ്പോഴും ഓടാറുള്ള കേൾക്കാറുള്ളതായിട്ടാണ് യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ മനുഷ്യരെ, ജന്മം കൊണ്ട് എന്തെങ്കിലും മഹത്വമുണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ ജന്മമല്ല ബ്രാഹ്മണന്റെ മകനായി അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും മകനായി ജനിച്ചു വന്ന ആ ജന്മത്വത്തിന്റെ മഹത്വത്തെ നിഷേധിച്ചുകൊണ്ട് നിന്റെ വിശ്വാസമാണ്, നിന്റെ കർമ്മമാണ് നിന്നെ മഹത്വപ്പെടുത്തുന്നത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അതേ, ജന്മം കൊണ്ട് നിനക്ക് മഹത്വമില്ല. നീ സ്വീകരിക്കുന്ന വിശ്വാസത്തിന്റെ, ശരിയുടെ, സത്യത്തിന്റെ ആ ഒരു മാർഗമാണ് നിന്നെ മഹത്വപ്പെടുത്തുന്നത്. അതുകൊണ്ട് വർണ്ണത്തിന്റെ പേരിൽ, തറവാടിന്റെ പേരിൽ, രാഷ്ട്രത്തിന്റെ പേരിൽ, പ്രദേശത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ നിനക്കൊരു ഔന്നത്യവുമില്ല എന്ന് വളരെ കൃത്യമായി മാനവികതയുടെ മൗലികത വീണ്ടെടുത്തുകൊണ്ട് 6-ാം നൂറ്റാണ്ടിൽ ഇത് പൂർണ്ണമാക്കിയ ആ പ്രവാചക സംസ്കാരത്തിന്, ആ പ്രവാചക വിപ്ലവത്തിന് ആധുനിക ലോകം കാതോർക്കുന്നുവെന്ന് പറഞ്ഞാൽ ഡൽഹിയും അമേരിക്കയും എന്നതല്ല, നാം ജീവിക്കുന്ന നമ്മുടെ പരിസരങ്ങൾ ഈ വിപ്ലവ വചനങ്ങളുടെ കാഹളത്തിന് കാതോർത്തുകൊണ്ടിരിക്കുന്നു. നാം അത് പറഞ്ഞു കൊടുക്കുന്നില്ല. മനുഷ്യനോട് പറയണം, നിന്നെ സൃഷ്ടിച്ച തമ്പുരാന്റെ അടിമത്തം പേറിക്കൊണ്ട് മനുഷ്യനെന്ന ആ മൗലികമായ ഏകീകരണത്തിന്റെ സന്ദേശത്തിലേക്ക് മടങ്ങി വരാൻ ഉത്തരവാദിത്തമുണ്ട്. മനുഷ്യൻ നിർമ്മിച്ച വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി വിഗ്രഹത്തിന്റെ പേര് പറഞ്ഞ് അപരവൽക്കരണ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുമ്പോൾ അതിനപ്പുറത്ത് എന്നെയും നിന്നെയും സൃഷ്ടിച്ച തമ്പുരാൻ ഒരാളാണ്. മതത്തിന്റെ പേരിൽ പൂജാരിമാരുൾപ്പെടെയുള്ളവർ സൃഷ്ടിക്കുന്ന വിവേചനത്തിന്റെ, വിഭജനത്തിന്റെ, ചൂഷണത്തിന്റെ ഇത്തരമൊരു താല്പര്യങ്ങള് അനുവദിച്ചു കൊടുക്കാൻ സാധ്യമല്ല. എന്നെയും നിന്നെയും സൃഷ്ടിച്ച തമ്പുരാനുണ്ടല്ലോ, ആ തമ്പുരാന്റെ അടിമത്തം അംഗീകരിച്ച് ഞാനും മനുഷ്യനാണ്, നീയും മനുഷ്യനാണ്, ഞാനും അടിമയാണ്, നീയും അടിമയാണ്. നമ്മെ സൃഷ്ടിച്ച തമ്പുരാന്റെ അടിമയെന്ന് പറയുന്ന ആർജവത്തോടെ പറയുന്ന 6-ാം നൂറ്റാണ്ടിന്റെ ബിലാൽ പറഞ്ഞല്ലോ, എന്ന് വിളിക്കപ്പെട്ട നേതാവെന്ന് വിളിക്കപ്പെട്ട ഇയാളുടെ മുഖത്ത് നോക്കിക്കൊണ്ട്, നീ എന്റെ സയ്യിദല്ല, ഞാൻ നിന്റെ അടിമയുമല്ല, ഞാനും നീയും ആകാശഭൂമികളെ സംവിധാനിച്ച തമ്പുരാന് മാത്രം അടിമയാണ് എന്ന് പറഞ്ഞ ആ വിമോചനത്തിന്റെ പൂർണ്ണതയാണ് വർത്തമാനകാല ലോകം കാത്തിരിക്കുന്നതെങ്കിൽ അത് പകർന്നു കൊടുക്കാൻ ആ പ്രവാചകന് ആ നിലയിൽ പരിചയപ്പെടുത്താൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഇപ്പോഴത്തെ കാലം അത് തേടിക്കൊണ്ടിരിക്കുക. ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ പഴക്കാപ്പള്ളിയിൽ മാത്രമല്ല, അങ്ങ് നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ പോലും ഒരു പക്ഷേ ഈ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുന്നു. രാജ്യവ്യാപകമായി റസൂൽ ഇൻഖിലാബ് എന്ന വിപ്ലവത്തിന്റെ പ്രവാചകൻ, സാമൂഹ്യ മാറ്റത്തിന്റെ പ്രവാചകൻ, പരിവർത്തനത്തിന്റെ പ്രവാചകൻ, ഇൻഖിലാബ് എന്ന വിപ്ലവം സിന്ദാബാദ് എന്ന ഒരു വചനം ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയ, ഭാഷയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ലോകത്തിന്റെ വിമോചകൻ നബി മുഹമ്മദ് മുസ്തഫ ആ കാര്യത്തിൽ വീണ്ടെടുത്തു. ഇവിടെ പരാമർശിക്കപ്പെട്ടു. ഇവിടെ ഇസ്ലാമിനെ പ്രതിപട്ടികയിൽ നിർത്താൻ പ്രവാചകനെ ആക്ഷേപിക്കുന്നവർ, ഇസ്ലാമിനെ നിന്ദിക്കുന്നവർ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ചിലരെല്ലാം ചോദിക്കും, എന്താ മുസ്ലിങ്ങൾക്ക് ഇത്ര പ്രശ്നം, എന്താ ഇസ്ലാമിന് ഇത്ര പ്രശ്നം? അത് മുസ്ലിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ, നമ്മളല്ലേ സമാധാനം തകർക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നു, 6-ാം നൂറ്റാണ്ടിന്റെ സമൂഹത്തിൽ അവർ സൃഷ്ടിച്ച വ്യവസ്ഥയുടെ, അവർ സൃഷ്ടിച്ച ചൂഷണത്തിന്റെ ഗുണഭോക്താക്കളായ
മേലാള സമൂഹം ചില പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നത് പ്രവാചകന്റെ ഇടപെടലിലൂടെയാണ്. പ്രവാചകൻ ഒരു കുഴപ്പവും കാണിച്ചിട്ടില്ല. എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഓർമ്മപ്പെടുത്താറുള്ളൊരു ഉദാഹരണമുണ്ട്. പ്രവാചകൻ ആകെ ചെയ്തത്, നമ്മുടെ നാട്ടിൽ ഒരാൾ ഒരു 100 തൊഴിലാളികളെ അങ്ങ് ബംഗാളികളെ കൊണ്ടുവന്ന് 100 രൂപ കൂലി കൊടുത്ത് 18 മണിക്കൂർ പണിയെടുപ്പിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തൊരു അബൂബക്കർ 100 തൊഴിലാളികളെ 8 മണിക്കൂർ പണിയെടുപ്പിച്ച് 500 രൂപ കൂലി കൊടുത്തപ്പോൾ ആദ്യം ചൂഷണം ചെയ്ത മൂലധന ശക്തിയുടെ അതേ മനോഗതിയാണ്, ഇദ്ദേഹത്തോടുള്ള മനോഗതിയാണ് പ്രവാചകൻ പഠിപ്പിച്ച വ്യവസ്ഥിതിയോട് 6-ാം നൂറ്റാണ്ടിന്റെ ചൂഷണ ശക്തികൾ അവലംബിച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര് സമകാലിക ലോകത്തും നിലനിൽക്കുന്നത് അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ സ്പർശിയായ ഇസ്ലാം ഞാൻ അവസാനിപ്പിക്കുന്നു. ആചാരബന്ധിതമായ ആചാരങ്ങൾക്ക് ക്ഷാമമില്ല. അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴും സമൂഹത്തിന് വിമോചനാത്മകത പകർന്നു കൊടുക്കുന്ന, സമൂഹത്തിന് ധാർമ്മികത പകർന്നു കൊടുക്കുന്ന, സമൂഹത്തിന് നിർഭയത്വം വീണ്ടെടുത്തു കൊടുക്കുന്ന, സമൂഹത്തിന് വഴികാട്ടിയാകുന്ന ആത്മവിശ്വാസത്തോടെ പൊതുമണ്ഡലത്തിൽ ജീവിക്കാൻ, ആർജവത്തോടെ പൊതുരംഗത്ത് നിൽക്കാൻ, അത് എന്റെ കയ്യിലുള്ള ഇസ്ലാം, അത് ദൈവത്തിന്റെ വ്യവസ്ഥിതിയാണ്. അവൻ പഠിപ്പിച്ച വചനത്തിന്റെ പൂർണ്ണത എന്റെ വ്യവസ്ഥിതിക്കുണ്ട് എന്ന് പറഞ്ഞ് ആശയബോധം അവതരിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ ജീവിക്കാൻ ഇസ്ലാമിന്റെ തനിമ, പ്രവാചക ജീവിതത്തിന്റെ പൂർണ്ണത ആവർത്തിക്കുന്നു. കർമ്മരംഗത്തിന്റെ പൂർണ്ണത മാത്രമല്ല, കർമ്മരംഗത്തിന്റെ അതിന്റെ ഏറ്റവും ചെറിയ അംശത്തെ കുറിച്ച് പോലും സംവാദങ്ങൾ സജീവമാകുമ്പോൾ, പ്രഭാഷങ്ങൾ സജീവമാകുമ്പോൾ, ധർമ്മശാസ്ത്രപരമായ തർക്കങ്ങൾക്ക് വേണ്ടി ഒരുപാട് വേദികൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ 6-ാം നൂറ്റാണ്ടിന് സമാനമായ അടിമത്തം അഭിമുഖീകരിക്കുന്ന, ചൂഷണം അഭിമുഖീകരിക്കുന്ന ഭരണകൂട ഭീകരവാദികളുടെ ഇരകളാക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന് വിമോചനം പകർന്നു കൊടുക്കുന്ന എന്ത് ഗുണപാഠമാണ് പ്രവാചകനിലുള്ളത് എന്ന് ഒരു സംവാദം നടത്താൻ, ഒരു ചർച്ച നടത്താൻ, ഒരു മതപ്രഭാഷണം നടത്താൻ പ്രവാചക അനുയായികൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഇമാംസ് കൗൺസിൽ രാജ്യവ്യാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാധ്യമാകുന്നിടത്തോളം അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാം ഇങ്ങനെ ഇടപെടുന്നുവെന്നതാണ് ഇസ്ലാമിനെ പ്രതിപട്ടികയിൽ നിർത്തുന്നത്. ഇസ്ലാമിന് ബദൽ വ്യവസ്ഥതയുണ്ട്. ഇസ്ലാമിന് സാമ്പത്തിക രംഗത്ത് പ്രായോഗികമായ കാഴ്ചപ്പാടുണ്ട്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ശ്രീ തോമസ് ഐസക് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ 1 കോടി രൂപ ഇസ്ലാമിക് ബാങ്കിങ്ങിന് വേണ്ടി അഥവാ പലിശരഹിത ബാങ്ക് സംവിധാനത്തിന് വേണ്ടി മാറ്റിവെച്ചുവെന്ന് പറഞ്ഞ, കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ സഖാവ് തോമസ് ഐസക്കിന് പോലും സാധാരണക്കാർക്ക് ഉപയോഗിക്കുന്ന, അവർക്ക് ഉപകാരപ്രദമായ, അവരുടെ മുന്നിൽ പ്രായോഗികമായി അവതരിപ്പിക്കാൻ പറ്റുന്ന ചൂഷണ വിമുക്തമായ ഒരു സാമ്പത്തിക പ്രത്യായ ശാസ്ത്രം 6-ാം നൂറ്റാണ്ടിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്ന് സ്വയം സമ്മതിക്കേണ്ടി വന്നുവെങ്കിൽ കേരള നിയമസഭയിൽ ആ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആവർത്തിച്ച് പറയേണ്ടി വന്നുവെങ്കിൽ അത് ചൂഷണാധിഷ്ഠിതമായ കേന്ദ്രീകൃത സാമ്പത്തിക സംവിധാനത്തിന്റെ മുന്നിൽ വികേന്ദ്രീകൃതവും പ്രായോഗികവും ചൂഷണ വിമുക്തമായ ഒരു സാമ്പത്തിക വിപ്ലവം ലോകത്തിന് പരിചയപ്പെടുത്തിയ ലോകത്തെ സമ്പൂർണനായ ദൈവിക പ്രത്യായ ശാസ്ത്രത്തിന്റെ പ്രചാരകനായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ ഒരു ബദലുണ്ട്. അത് പ്രവാചകൻ പഠിപ്പിച്ച ബദലാ. സാമ്പത്തിക രംഗത്തുണ്ട്, സാമൂഹ്യ രംഗത്തുണ്ട്, സഹവർത്തിത്വത്തിന്റെ രംഗത്തുണ്ട്. അത്തരത്തിൽ സമ്പൂർണമായ ഒരു വ്യവസ്ഥിതി എന്ന നിലയിൽ, പൂർണ്ണമായ ഒരു ജീവിതക്രമം എന്ന നിലയിൽ ദൈവത്തിന്റെ സന്ദേശം, അള്ളാഹുവിന്റെ വഹിയ് ലോകത്തിന് പരിചയപ്പെടുത്തിയ പ്രവാചകൻ എന്ന നിലയിൽ ആ പ്രവാചകൻ സാമൂഹ്യ മണ്ഡലത്തിൽ സൃഷ്ടിച്ച വിപ്ലവത്തിന്റെ മാറ്റത്തിന്റെ സന്ദേശം ആധുനിക ലോകത്തിന് പകർന്നു കൊടുത്തിട്ടില്ലെങ്കിൽ വഴിമുട്ടി നിൽക്കുന്ന ലോകത്തിലേക്ക് ഒരു പ്രവാചകൻ ഇനി വരാനില്ല എന്ന ബോധം നമുക്കുണ്ടാകണം. ഇനിയൊരു പ്രവാചകൻ വരാനില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, പ്രവാചക സദസ്സുകൾ, പ്രവാചക പ്രകീർത്തനങ്ങൾ, പ്രവാചകന്റെ മഹത്വം ലോകത്ത് പറയട്ടെ. ആ മഹത്വം പറയുമ്പോഴും പ്രവാചക ജീവിതത്തിൽ നമുക്കൊരു മാതൃകയുണ്ട് എന്ന് സമൂഹത്തോട് സംവദിക്കട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രവാചകനെ കുറിച്ച് പറയുന്ന സദസ്സുകൾ ഏറുമ്പോഴും പ്രവാചകനിൽ ഉള്ള ഒരു വിപ്ലവ ബോധത്തെ, സമൂഹത്തിന് ഉപകാരപ്രദമായ, അതേതെങ്കിലും ഒരു സമൂഹം എന്നതല്ല, മനുഷ്യ സമൂഹം എന്നതാണ്. മനുഷ്യ സമൂഹം എന്നതാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ ഒരുപക്ഷെ നാം അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ കാരണം? നാം എല്ലാം പറയുന്നത് പ്രവാചകനെ പിൻപറ്റണമെന്നാണ്. അങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനു വേണ്ടിയാണ് നിങ്ങൾ സംഘങ്ങൾ നടത്തുന്നത്, അതിനു വേണ്ടിയാണ് എല്ലാ പരിപാടികൾ നടത്തുന്നത് എന്ന അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു
ചോദ്യം വരാം. ആ പ്രവാചക പുങ്കവന്റെ വളരെ പ്രകടമായ മാതൃകയാണല്ലോ. അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ, അള്ളാഹുവിനറിയാത്ത ജനങ്ങൾക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ, കുഫ്രിന്റെ ശക്തികളുടെ മുന്നിൽ, ശിർക്കിന്റെ ശക്തികളുടെ മുന്നിൽ, അധികാരത്തിന്റെ അഹങ്കാരം കൊണ്ട് ആദർശ സമൂഹത്തിന്റെ മുന്നിൽ കുതിര കയറാമെന്ന് വ്യാമോഹിക്കുന്ന ധിക്കാരികളായ അബൂജഹലിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അള്ളാഹുവിലേക്ക് ക്ഷണിച്ച പ്രവാചകന്റെ മാതൃക നിങ്ങൾ പിൻപറ്റിയിട്ടുണ്ടോ? 3 വർഷത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചിലേറ്റിക്കൊണ്ടുള്ള പ്രബോധന പ്രവർത്തനത്തിലൂടെ ഒരുപാട് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്ന ശൈബ് അബീ താലിബിന്റെ ഓരോ കാൽ പതിറ്റാണ്ട് കാലം ഉപരോധത്തിൽ ഏർപ്പെടുത്തപ്പെട്ട ആ പ്രവാചകന്റെ പ്രബോധന മാതൃക, ആ പ്രവാചകന്റെ ആശയ പ്രചരണ മാതൃക, അല്ലാഹുവിനറിയാത്തവരോട് പറഞ്ഞു കൊടുക്കുന്ന സുന്നത്ത് എന്റെ ജീവിതത്തിൽ നീ പകർത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടവരാണ് നാം ഓരോരുത്തരുമെന്ന ബോധം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ആ ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ സമകാലിക ലോകത്ത് ശക്തികളോട്, ശക്തികളോട് വിപ്ലവത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ, പകരം വെക്കാൻ ആദർശമില്ലാതെ വരുമ്പോൾ, പ്രബോധനാത്മകമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ ഉറച്ചു കാണിക്കുന്ന നായ്ക്കൂട്ടങ്ങളെ അവഗണിച്ചുകൊണ്ട് അവരുടെ കോടികളുടെ മുന്നിലേക്ക് നമ്മുടെ വിശ്വാസം നമ്മെ പഠിപ്പിക്കണം, ആദർശബോധം നമ്മെ പഠിപ്പിക്കണം, പ്രവാചക പ്രേമം നമ്മെ പഠിപ്പിക്കണം. അതിന് സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.